ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇന്നത്തെ അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വലിയൊരു ഷോർട്ട് കവറിംഗ് റാലി കണ്ട ഒരു ദിവസമാണ് ഇന്ന് കടന്നുപോയത്. നിഫ്റ്റി കഴിഞ്ഞ ഒക്ടോബർ 17, 2024 ശേഷം 25,000 മുകളിൽ ആദ്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സെൻസെക്സും ഏകദേശം 1400 പോയിൻറ്റോളം അപ്പായിരുന്നു. രാവിലെ നെഗറ്റീവിലാന്ന് ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് മാർക്കറ്റ് കയറുന്നതാണ് കണ്ടത്. നിഫ്റ്റി ഓൾമോസ്റ്റ് 400 പോയിൻറ്റ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 395 പോയിൻറ്റ് ഉയർന്ന് 25,062-ലും, സെൻസെക്സ് 1200 പോയിൻറ്റ് ഉയർന്ന് 82,530 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയും 554 പോയിൻറ്റ് ഉയർന്ന് 55,385 ക്ലോസ് ചെയ്തത്. യുഎസുമായിട്ട് ഇന്ത്യയുടെ ഒരു ട്രേഡ് ഡീൽ വരുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ഉയർത്തിക്കൊണ്ടുപോയത്. ഇന്ത്യ യുഎസ് ഗുഡ്സിന് മുകളിൽ താരിഫ് ഇല്ലാതാക്കാൻ തയ്യാറാകുന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് ട്രംപ് നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പിന്നീട് പറയുന്നുണ്ട്. അതൊക്കെ ഈ ഒരു മൂവ്മെൻറ്റിന് കാരണമായിട്ടുണ്ടാവാം. അതുകൂടാതെ ക്രൂഡ് പ്രൈസും നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇൻഫ്ലേഷൻ വളരെ താഴ്ന്നിട്ടുണ്ട്. അത് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതും മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള കാര്യമായിരുന്നു. ഹീറോ മോട്ടോകോപ്പ്, JSW സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ശ്രീറാം ഫിനാൻസ്, HCL ടെക്നോളജീസ് തുടങ്ങിയവയായിരുന്നു ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സിൽ വരുന്ന കമ്പനികൾ. നിഫ്റ്റിയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിലും 1980 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ 890 സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് നാളെ റിസൾട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ 16-ാം തീയതി വെള്ളിയാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഹുണ്ടായ് മോട്ടോഴ്സ് ഇന്ത്യ, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ഇമാമി, ഡൽഹിവറി, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ധനുക അഗ്രിടെക് തുടങ്ങിയ കമ്പനികളാണ്. ഇതുകൂടാതെ ധാരാളം മറ്റു പല കമ്പനികളും വരുന്നുണ്ട് റിസൾട്ട്. ഇവയാണ് പ്രധാനപ്പെട്ട കമ്പനികൾ. ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് യുഎസിൻ്റെ ട്രേഡ് ഡീൽസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ജിയോ പൊളിറ്റിക്സ് നമ്മുടെ വിഷയമല്ലെങ്കിലും ഇത് ഒരു വേൾഡ് മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സൗദിയിൽ നിന്ന് ഒരു $600 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് യുഎസിന് ലഭിച്ചിട്ടുണ്ട്. വലിപ്പം നോക്കിയാൽ വളരെ വലിയൊരു ഡീൽ തന്നെയാണിത്. സൗദിയിലെ ഡാറ്റ വോൾട്ട് 20 ബില്യൺ AI ഡാറ്റാ സെൻറ്റേഴ്സ് നിർമ്മിക്കാനും മറ്റ് എനർജി ഫെസിലിറ്റീസിനുമായിട്ട് $20 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യും. അതുകൂടാതെ 80 ബില്യൺ ഗൂഗിൾ, ഒറാക്കിൾ, ഊബറുമായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചേഴ്സിനായിരിക്കും പോകുന്നത്. ഇതുപോലുള്ള മറ്റു പല ഡീലുകളും അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 142 ബില്യൻ്റെ വളരെ വലിയൊരു ഡിഫൻസ് ഡീലും അവർ തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. യുഎസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയൊരു ഡിഫൻസ് ഡീലാണിത്. പിന്നീട് ട്രംപ് ദോഹയിലെത്തിയപ്പോൾ ഇന്ത്യയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ US ഗുഡ്സിന് മുകളിലുള്ള താരിഫ് 0 ആക്കാൻ തയ്യാറായിട്ടുണ്ടെന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും അനൗൺസ് ചെയ്യാത്തൊരു കാര്യമാണത്. ഇന്നലെ ഒരു ന്യൂസ് വന്നതനുസരിച്ച് ഇന്ത്യ USൻ്റെ താരിഫിനെതിരെ താരിഫ് ഏർപ്പെടുത്തുന്നുള്ള ന്യൂസൊക്കെ വന്നിരുന്നു. എന്തായാലും മാർക്കറ്റ് വലിയൊരു മൂവ് നടത്തിയിട്ടുണ്ട്. എന്തായാലും അത് മിക്കവാറും ഷോർട്ട് കവറിങ് ആയിരിക്കും. അതിന് പിന്നിലും എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അടുത്ത പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് HCL ഫോക്സ്കോണിൻ്റെ സെമി കണ്ടക്ടർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവരുടെ ഉത്തർപ്രദേശിൽ പ്ലാൻ ചെയ്യുന്നുള്ള 3106 കോടിയുടെ ഒരു സെമി കണ്ടക്ടർ പ്ലാനിന് ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ മാസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശിലെ ജവഹർ എയർപോർട്ടിൻ്റെ അടുത്താണ് ഈ ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് വരുന്നത്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ, PC, ഓട്ടോമൊബൈൽസ് തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ ഡ്രൈവർ ചിപ്സാണ് ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 20,000 വേഫേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റാണ് പ്ലാൻ ചെയ്യുന്നുള്ളത്. ഓരോ മാസം ഇതിൽ ഏകദേശം 36 മില്യൺ യൂണിറ്റ്സ് നിർമ്മിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷൻ്റെ അണ്ടറിൽ അപ്രൂവ് ചെയ്ത 6ാമത്തെ ഒരു സെമി കണ്ടക്ടർ യൂണിറ്റാണിത്. മുമ്പ് അപ്രൂവൽ കൊടുത്ത 5 പ്ലാന്റുകളും ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഒരെണ്ണം ഈ വർഷം അവസാനത്തോടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഫോക്സ്കോൺ ആദ്യം വേദാന്തയുമായിട്ട് ഒരു 19.5 ബില്യൻ്റെ സെമി കണ്ടക്ടർ പ്ലാന്റ് ഗുജറാത്തിൽ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അത് പിന്നീട് ക്യാൻസലായിരുന്നു. പിന്നീട് ഇപ്പോൾ അത് അവർ HCLുമായിട്ട് ചേർന്നാണ് ഈ ഒരു JV സ്ഥാപിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് റിലയൻസുമായി ബന്ധപ്പെട്ടാണ്. റിലയൻസിന് ഏഷ്യൻ പെയിൻറ്റ്സിൽ ഒരു പഴയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഏകദേശം $1.3 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. അതവർ വിൽക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം 4.9% സ്റ്റേക്കാണ് ഏഷ്യൻ പെയിൻറ്റ്സിൽ റിലയൻസിനുള്ളത്. 2008 500 കോടിക്കാണ് അവരത് ആ സമയത്ത് വാങ്ങിയത്. ഇന്ന് ഏകദേശം 11,141 കോടി, ഏകദേശം $1.3 ബില്യൺ വാല്യൂ ഉണ്ട് അതിന്. പെയിൻറ്റിങ് സെക്ടർ വളരെ വലിയൊരു കോമ്പറ്റീഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ പുതിയ പ്ലെയേഴ്സ് ആ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സ് ആ സെക്ടറിൽ ഇപ്പോഴും ലീഡർ തന്നെയാണെങ്കിലും അവരുടെ മാർക്കറ്റ് ഷെയർ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനി പുതിയതായിട്ട് വന്നത് ഗ്രാസിമിൻ്റെ ബിർള ഓപ്പസ് ആണ്. നിങ്ങൾക്ക് IPLൻ്റെ ഇടയിലൊക്കെ അതിൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൂടാതെ ആക്സോ നോബലും വളരെ സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്ലേയേഴ്സ് വന്നതോടും കോമ്പറ്റീഷൻ വർദ്ധിച്ചതോടുകൂടി ഏഷ്യൻ പെയിൻസിൻ്റെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞു വരികയായിരുന്നു. അതിനനുസരിച്ച് ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കഴിഞ്ഞ ഒരു വർഷത്തിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. റീസെൻ്റായിട്ട് വന്ന ബിർള ഓപ്പസ് വളരെ പെട്ടെന്ന് മാർക്കറ്റ് പിടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ Q4 റിസൾട്ടാണ്. അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 22% വർദ്ധിച്ച് 1444 കോടി ആയിട്ടുണ്ട്. ഫുൾ ഇയർ സ്റ്റാൻഡ് ലോൺ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 5201 കോടി ടച്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 28% വർധനവുണ്ട്. ലോൺ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 37% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 1.22 ലക്ഷം കോടി ആയിട്ടുണ്ട്. ബ്രാഞ്ചുകളുടെ എണ്ണം 13% വർദ്ധിച്ച് 7391 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.